ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സാമ്പാറാണ്. ഇതൊരു വെറൈറ്റി സാമ്പാറാണ്. ഇതിലെ എല്ലാ പച്ചക്കറികളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആകെ മത്തങ്ങയും കുമ്പളങ്ങയും മാത്രം വെച്ചിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിൽ ഉള്ളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ മല്ലിയും മുളകൊക്കെ അരച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഉള്ളി സാമ്പാർ പൊടിയില്ലാത്തൊരു സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. സാമ്പാറിനുള്ള പരിപ്പ് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. ഞാനിവിടെ അരക്കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ പരിപ്പ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പിലേക്ക് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇനി കഴുകിയെടുത്ത പരിപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. ഇപ്പോൾ പരിപ്പ് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞ് ഒരു 3-4 വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കറിന്റെ സ്റ്റീം എല്ലാം പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി സാമ്പാറിന് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ സാമ്പാർ പൊടിയൊന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മല്ലിയും മുളകും കടലപ്പരിപ്പും കായും ഒക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സാമ്പാർ പൊടി ഉപയോഗിച്ച് ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കിയാലും മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ സാമ്പാറിന്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി വറുത്ത് പൊടിക്കാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ചെറിയ കഷ്ണം പെരുങ്കായമാണ് എടുത്തിരിക്കുന്നത്. ഈ കായ ഉപയോഗിക്കുമ്പോഴാണ് സാമ്പാർ നല്ല ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നത്. പിന്നെ വേണ്ടത് കടലപ്പരിപ്പ്, ഉലുവ, മല്ലി, ഉണക്കമുളക്. ഇനി വേണ്ടത് 250 ഗ്രാം മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. നമ്മൾ ഇതിന് വേറെ പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല. തക്കാളിയും ചേർക്കുന്നില്ല, ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. ആകെ 2 പച്ചക്കറി മാത്രമേ സാമ്പാറിന് ചേർക്കുന്നുള്ളൂ. ഇനി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് നിരടി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് മാറ്റി വെക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും കുമ്പളങ്ങയും നമുക്ക് ഇതുപോലൊരു കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് കൽച്ചട്ടിയൊന്നും ഇല്ലെങ്കിൽ സാധാരണ പാനിൽ വെച്ച് കുക്ക് ചെയ്താലും മതി കേട്ടോ. ഇനി പച്ചക്കറിയിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചട്ടി സ്റ്റൗവിൽ വെച്ച് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞ് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചട്ടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇവ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കായത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി. ഈ കായൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വരും. അതുവരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ കായം പാകത്തിന് മൂത്ത് പുറമൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി പാനിലേക്ക് കടലപ്പരിപ്പ്, ഉലുവ, മല്ലി, മുളകും ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ മല്ലിയും മുളകൊക്കെ മൂത്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മുളകൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാകും. അതാണ് എൻ്റെ പാകം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ വറുത്ത് വെച്ചതൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് വിട്ടു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച കായവും കൂടി ഇട്ട് മിക്സി മൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മസാല ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം കറിയിൽ ചേർക്കാനായിട്ട്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം.
ഇപ്പോൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന മത്തങ്ങയും കുമ്പളങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പുളിയും ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പുളിയും ഉപ്പും എല്ലാം ചേർത്ത് കഴിഞ്ഞ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആ മിക്സി കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാമ്പാറിൽ വെള്ളം ചേർക്കുന്നത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. സാമ്പാർ കൂടുതൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇനി വെള്ളം പോലെ ഇരിക്കണമെന്നെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞ് സാമ്പാറൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും സാമ്പാർ ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകാനായിട്ട് അനുവദിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ച് കുറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് കടുക് പൊട്ടിച്ചിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഇപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സാമ്പാർ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്പ് പറഞ്ഞുതരാം. ഈ സാമ്പാറിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അവസാനം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ സാമ്പാർ റെഡിയായി കഴിഞ്ഞ് ഈ സാമ്പാർ നമുക്ക് ഇഡ്ഡലി, ദോശ, ചോറ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.